സമയം ഇപ്പം എത്രയാണ് നോക്കിയേ? 3 മണിയാ. 3 മണിയാ പറയില്ലേ? ഞങ്ങളാരും ചോറുണ്ടില്ല. ഇന്നെന്താ കറി? ഉണക്കപ്പയർ കുത്തിക്കാച്ചത്, കോവയ്ക്ക ഉപ്പേരി. ഇത് പപ്പടമല്ലേ? പപ്പടം ഉണ്ട് അല്ലേ? അപ്പം ഇതൊരു വറക്കണേ. പപ്പടമല്ല അപ്പം വറുത്തിരിക്കണേ. ഏത്? ഇന്നലെ തൃപ്പയായിരുന്നു വാങ്ങിയല്ലേ? ഇന്നലെ അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ടേ ഞങ്ങൾ തൃപ്രയാറ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണെന്ന് വിചാരിച്ചു. ഇന്നലെ പ്രസാദം ഇട്ടിട്ട് അപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പോഴേക്ക് ജസ്റ്റ് മിസ്സായി, ടോക്കൺ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ തൃപ്രയാർ പുതിയതായിട്ട് തുടങ്ങിയ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇന്നലെ വീണ്ടും സദ്യ കഴിച്ചു. നല്ല സദ്യയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ വരും. പിന്നെ എന്തിട്ട് ഫുഡിന് രസം ഉണ്ടല്ലേ? രസം നല്ല സ്പെഷ്യലാണ്. ഒരു ഗ്ലാസ് എടുത്ത ദീപോ മതി. ഉണക്കപ്പയർ, ഈ ഉണക്കപ്പയർ രസവും അതൊരു കിട്ടില്ല കോമ്പിനേഷനാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കോവയ്ക്ക് ഉപ്പേരി. അതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. ആദ്യം തന്നെ ഇത്തിരി രസം കുടിക്കാം. കുറേ നേരമായിട്ട് നല്ല വിശപ്പുണ്ട്. ഓ, അടിപൊളി രസമായിട്ടാണ്. പ്രാവശ്യം എന്തായാലും പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് അമ്മയ്ക്ക് പണി പാടും. ദീപു വിശന്നിട്ടാണോ നിൻ്റെ മുഖം ഇങ്ങനെ ഭയങ്കര സീരിയസ്? അപ്പോൾ നിങ്ങൾക്ക് കഴിക്കായിരുന്നില്ലേ? എന്താ നീ ഇത് ഇന്നലെ തൃപ്രയാർ പോയപ്പോൾ വാങ്ങിയതാ. അയ്യോ സോറി. ഇത് ഇന്നലെ തൃപ്രയാർ വാങ്ങിയതാ. ഇത് ബീറ്റ്റൂട്ട് പപ്പടം പറഞ്ഞിരിക്കട്ടെ. ഇതെന്താ വെളുത്തുള്ളി പപ്പടം തോന്നുന്നുണ്ട്. 3 വെറൈറ്റി പപ്പടം. കുറച്ചൊക്കെ നീക്കി വയ്ക്കും, ശല്യങ്ങൾ ഉണ്ടാക്കരുത്. പയറാണ് ആദ്യം വേണ്ടത്. ആദ്യം തന്നെ പയറും വെറുതെ പയറിങ്ങനെ കുത്തി കഴിയത് കുഴച്ച് കഴിയും. ഒരു വർഷം പപ്പടതും ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറി ഇതെന്താ പപ്പടം? പ്രത്യേകിച്ച് ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും തോന്നില്ല. പറയണ വ്യത്യാസമൊന്നും ഇല്ലട്ടാ. ഇത് സാധാരണ കളറടിച്ച പപ്പടന്മാരുണ്ട്. എനിക്ക് സാധാ പപ്പടം മതി. ഇതാണ് നമ്മുടെ പപ്പടം. ദീപുന് എന്ത് 2 പപ്പടം? അത് ശരി. മതി. പയർ പപ്പടം തന്നെ അടിപൊളിയുണ്ട്. അടിപൊളി, നല്ല ഇടുണ്ട് രസം. എന്നിട്ട് കോവയ്ക്ക ആരുണ്ടാക്കി? നീ ഉണ്ടാക്കിയ ദീപോ? കോവയ്ക്ക നന്നായിട്ടുണ്ട്. നല്ല കൂടെ അടിപൊളിയുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ റെസിപ്പി ചോദിക്കട്ടെ ആൾക്കാർ. ഇതെങ്ങനെ നിങ്ങൾ പഠിച്ചേ? എൻ്റെ അച്ഛൻ പഠിപ്പിച്ചെന്നുള്ള. അച്ഛൻ അടുക്കളയിലൊക്കെ കയറുമോ? പറഞ്ഞുതരും. കയറൂല. പാചകം കഷ്ണങ്ങളൊക്കെ തരും. ആ, ദീപ വല്ല കാര്യമുണ്ടോ ഈ ബീറ്റ്റൂട്ട് പപ്പടമൊക്കെ? ചായ കൂട്ടാൻ പറ്റും. ചായ അത് ഇതന്നെ മറ്റേ ഇതുപോലത്തെ ഐറ്റംസ് ഇല്ലേ, അതുപോലത്തെ ഒരു സംഭവം മതി. അവളെ ദീപ കുറച്ച് രസമല്ലേ ഒഴിച്ചടി? ഒഴിച്ചു മതി. രസം നല്ല ചൂടുള്ള രസമാണ്.
അതിൽ കൂടെ പപ്പടം വെച്ച് ആഹാ പയറൊന്നും വേണ്ട വെറും പപ്പടം രസം മാത്രം. ഈ പപ്പടം ഉണ്ടോ അമ്മ? ആണോ? നിനക്ക് ഇത് മതി. അടിപൊളിയുണ്ട്. അമ്മയ്ക്കോ? കുടിക്കാൻ തന്നെ ഇഷ്ടം. നമ്മൾ കുഴച്ച് കഴിക്കാത്തോണ്ടാ ഇതുപോലെയാണ് കഴിച്ചത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. കുറേ പേര് നമ്മുടെ യൂട്യൂബ് ഫാമിലിയുള്ളവരൊക്കെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് അമ്മയ്ക്ക് ഇത്രയധികം വിഷസ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദിയും കൂടി പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ പലരും ഇപ്പോഴും അമ്മയുടെ ഏജ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ്, എന്നിട്ടും തെറ്റായിട്ട്. അപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല ചാനൽ കൃത്യമായിട്ട്. അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് 71 അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരേ ഒരാളാണ് ഇത് പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഞാൻ ആ വീഡിയോൻ്റെ താഴെ പുള്ളി ഒന്ന് കമൻറ്റ് ചെയ്ത് വിചാരിച്ചു, പക്ഷേ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എന്തായാലും പുള്ളിക്കൊരു മെസ്സേജ് ഇട്ട് നോക്കണം. അപ്പോൾ എന്തെങ്കിലും ഞങ്ങളുടെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് പുള്ളിക്ക് അയക്കുന്നുണ്ട്. അത് അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞങ്ങൾ കാണിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ വീഡിയോസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് വിരോധമൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ബർത്ത്ഡേയുടെ വ്ളോഗ് വേറെ വരുന്നുണ്ട്, അത് എഡിറ്റിങ് നടക്കണുള്ളൂ. അതിൽ പുതിയൊരു തൃപ്പൂണിത്തുറത്തൊരു റെസ്റ്റോറൻറ്റ് ഞങ്ങൾ പോയി സദ്യ ഉണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബായ്. പൂങ്കാവുകൾക്കുമപ്പുറം അവൻ അത്രയും ഉരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിൻരഥം കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞുപോയി. നീലനഭസിൽ മേഘപടത്തിൽ മേലെ നിന്നുടഞ്ഞു വീണു താഴികക്കുടം.